ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോരാം. ആദ്യമായിട്ട് കാണുന്നത് തന്നെ വളരെ ലോക പ്രശസ്തമായിരിക്കുന്ന തൃശ്ശൂർ പൂരം നടക്കുന്ന തേക്കിൻകാടിലുള്ള നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രം, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. ഇത് തൃശ്ശൂർ സൂ. ഇപ്പോൾ കുറച്ച് മൃഗങ്ങൾ കുറവാണെങ്കിൽ കൂടി അത്യാവശ്യമൊക്കെ ഉണ്ട്, നല്ല ഭയങ്കര സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഷൂട്ടിങ്ങുകളൊക്കെ പല സിനിമകളുടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്, ബാഹുബലി പോലെയുള്ള പല ഭാഷാ ചിത്രങ്ങളിലുള്ള ഷൂട്ടിങ്ങുകളൊക്കെ നടന്നുണ്ട്. ഇത് ഇരുന്നതാണ് ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരം. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരമാണ് കാണുന്നത്. അത് പഴയ വസ്തുക്കൾ എന്തിട്ടൊക്കെ ഇരിക്കില്ല, എനിക്ക് പേരറിയില്ലേ. അടുത്തതായിട്ടുള്ളത് ഇത് ഗുരുവായൂരമ്പലം. വളരെ ലോകപ്രശസ്തമായ ഒരു അമ്പലം തന്നെയാണ് ഗുരുവായൂരമ്പലം. ഗുരുവായൂരമ്പലത്തിന് വെച്ച് ഒരുപാട് പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ പാടുന്നില്ല. ഗുരുവായൂരമ്പലം. ഇനി ചെയ്ത് വരുന്നതാണ് വിലങ്ങൻകുന്ന്. ഇവിടെയും ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാടില്ലെങ്കിലും കുറച്ച് സിനിമകളൊക്കെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് കേട്ടോ. ചിയാഞ്ചലൊക്കെ. ഇത് എന്താണ് പുന്നത്തൂർ കോട്ട, ആനക്കോട്ട എന്ന് പറയും. ഒരുപാട് ആനകളുള്ള സ്ഥലമാണ്, ഗുരുവായൂർ ഭാഗമാണ്. ഇതാണ് പുത്തൻപള്ളി. വ്യാകുലമാതാവ് ബസിലിക്ക ബ്രിട്ടീഷുകാർ പണിതതാണെന്ന് പറയപ്പെടുന്നു. പുത്തൻപള്ളി വ്യാകുലമാതാവ്. അടുത്തതായിട്ടാണ് പോസിറ്റീവ് എനർജി ഒരുപാട് വാരിക്കോരി കൊടുക്കുന്ന തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം. പോസിറ്റീവ് എനർജി വളരെയധികം കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്, ഞാൻ പോയി ഇരുന്നിട്ടില്ല. ഇനി വരുന്നതാണ് ചെപ്പാറ. ഒരുപാട് വലിയ ഇന്നത്തിലുള്ള പാറകളാണ്. പണ്ട് കപ്പിൾസൊക്കെ ഒരുപാട് ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് കോളേജ് പിള്ളേരൊക്കെ വരാറുണ്ട്. ഇപ്പോൾ അങ്ങനെ വരുന്നില്ല, ഇപ്പോൾ ഫാമിലീസ് വരുന്ന സ്ഥലമായി. ഇതാണ് പീച്ചി ഡാം. പീച്ചി ഡാമിൽ വെള്ളം തുറന്ന സമയം. ഇനി വരുന്നതാണ് കൊല്ലങ്കോട് കൊട്ടാരം, കൊല്ലങ്കോട് രാജാവിൻ്റെ കൊട്ടാരം. ഫോട്ടോസ് ഞാനും പോയി കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ തൃശ്ശൂർക്കാരിയാണെങ്കിൽ കൂടി ഞാനും കണ്ടിട്ടില്ല. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ ചാവക്കാട് ബീച്ച്. അത് ഞാൻ ഒരുപാട് സമയം പോയി കണ്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്ന സ്ഥലമാണ് ചാവക്കാട് ബീച്ച്. അവിടെ മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട്. ചാവക്കാട് ബീച്ച് നല്ല ഭയങ്കര സ്ഥലം തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് നെഹ്റു പാർക്ക്. ചിൽഡ്രൻ ബസ്സിന് ഒരുപാട് വട്ടം പോയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഫാമിലീസൊക്കെ ആയിട്ട് പോവുക ഒരുപാടുണ്ട്. ഫാമിലീസ് വയസ്സൊക്കെ വാക്കിങ്ങിനും എല്ലൊക്കെ പറ്റിയ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. ഇനി അടുത്തത് പുരാവസ്തു മ്യൂസിയം. തൃശ്ശൂർ പുരാവസ്തു മ്യൂസിയമാണ് ഈ കാണുന്നത്, അതിൻ്റെ ഉൾവശം. ഇനി വരുന്നതാണ് ചാർപ്പ വെള്ളച്ചാട്ടം, നല്ല ഭംഗിയുള്ള ചാർപ്പ വെള്ളച്ചാട്ടം. അടുത്തതായിട്ട് വരുന്നത് വെള്ളമില്ലാത്ത അവസ്ഥ. ഇനി ഉള്ളത് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഇത് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഇനി വരുന്നതാണ് വളരെ പ്രശസ്തമായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുകാരിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പാറമേക്കാവ് ഭഗവതിയുടെ ക്ഷേത്രം. ഇനി വരുന്നതാണ് മരോട്ടിച്ചാലി വെള്ളച്ചാട്ടം. തൃശ്ശൂരിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇത് മരോട്ടിച്ചാലി വെള്ളച്ചാട്ടം. അടുത്തതായി വരുന്നതാണ് ചേറ്റുവ. കായലും കടലും എല്ലാം ഉണ്ട് ഭാഗത്ത്. ചേറ്റുവയിൽ കായലുണ്ട്, കടലുണ്ട്. വളരെ നല്ല ഒരു സ്ഥലം തന്നെയാണ്. ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ വന്ന് നമുക്കിങ്ങനെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്രകൃതി രമണീയമായ ശാന്തത ഒഴിവാക്കുന്ന പച്ചപ്പും പരിതാപമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അതിനുശേഷം വരുന്നതാണ് ഹെറിറ്റേജ് ഗാർഡൻ. തൃശ്ശൂർ ഹെറിറ്റേജ് ഗാർഡൻ. സത്യത്തിൽ ഈ സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഗൂഗിൾ അമ്മച്ചിയോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് പോവാം. ഹെറിറ്റേജ് ഗാർഡൻ. ഇനി വരുന്നതാണ് തൃശ്ശൂർ. ഇത് ഹെറിറ്റേജ് ഗാർഡനിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗി സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് കേരള കലാമണ്ഡലം. ഇത് ഞാൻ പോയിട്ടുണ്ട്. കേരള കലാമണ്ഡലം തൃശ്ശൂർ ചെറുതുരുത്തി കേരള കലാമണ്ഡലം. പിന്നെ വരുന്നതാണ് സ്നേഹതീരം ബീച്ച്. അവിടേക്ക് ഞാൻ പോയിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ ഇടയ്ക്ക് ഡോൾഫിനൊക്കെ വരുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോയപ്പോൾ കണ്ടില്ല. സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ പറ്റും. ഇത്തിരി അപകടം പിടിച്ച സ്ഥലമാണെന്ന് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, തല തെറിച്ചവരെയൊന്നും കൊണ്ടുപോകാതിരിക്കാം. കൂടൽമാണിക്യം ക്ഷേത്രം. ഏത് ചേറ്റുവ സ്നേഹതീരം ബീച്ച്. അടുത്തത് വരുന്നതാണ് കൂടൽമാണിക്യം ക്ഷേത്രം. കൂടൽമാണിക്യം വളരെ പ്രശസ്തമായ ഒരു അമ്പലം തന്നെയാണ്. ഇനി വരുന്നതാണ് നമ്മുടെ തിരുവമ്പാടി അമ്പലം. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിനോടൊപ്പം അവരുടെ പാറമേക്കാവിനൊപ്പം പ്രധാന പങ്ക് വഹിക്കുന്ന അമ്പലം തന്നെയാണ് തിരുവമ്പാടി. വളരെ പ്രശസ്ത സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തിരുവമ്പാടി കഴിഞ്ഞ് ഇനി വരുന്നതാണ് ചിമ്മിനി ഡാം. ചിമ്മിനി ഡാമിന് അല്ലാണ്ട് ഉള്ളിലേക്ക് പോയിട്ട് കുറച്ച് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചിമ്മിനി ഡാം. പിന്നെ വരുന്നതാണ് നമ്മുടെ തൃശ്ശൂരിന് ആറാട്ടുപുഴ ക്ഷേത്രം. വളരെ പ്രശസ്തമായൊരു അമ്പലം തന്നെയാണ് ആറാട്ടുപുഴ ഭഗവതി തന്നെയല്ലേ, അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. ഇനി അല്ലെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്ക്. ആറാട്ടുപുഴ ക്ഷേത്രം. ഇനി വരുന്നത് ആറാട്ടുപുഴ ക്ഷേത്രം കഴിഞ്ഞിട്ടില്ല. അടുത്തതായിട്ട് വരുന്നതാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം.
പെരുവനം ക്ഷേത്രം, തിരുവഞ്ചകുളം ക്ഷേത്രം കഴിഞ്ഞ് ഇനി വരുന്നത് അടുത്ത് പെരുവനം ക്ഷേത്രം. ഇതാണ് പെരുവനം ക്ഷേത്രം. ഇനി വരുന്നതാണ് തുമ്പൂർ മൊഴി. തുമ്പൂർ മൊഴി ബട്ടർഫ്ലൈ പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്, ഡാമുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം, വളരെ നല്ല സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്നിട്ട് തൃശ്ശൂരൊക്കെ ഉള്ളവരായാലും പുറത്തുനിന്ന് വരണമെങ്കിൽ ഏതെങ്കിലും സ്ഥലമൊക്കെ സെലക്ട് ചെയ്തിട്ട് വന്ന് കാണുക. അപ്പോൾ ബൈ.